വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംഘം സന്ദർശിക്കും. സമഗ്രമായ പുനർനിർമ്മാണത്തിന് രൂപരേഖ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. സൂചിപ്പാറയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ 6 അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. DNA പരിശോധന നടത്തും. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. വിപിൻ, കേന്ദ്ര സഹായത്തിനായി കേരളം ആദ്യഘട്ട കണക്ക് അതെത്രയാണ് എന്നുള്ള കാര്യം കൈമാറിയ പശ്ചാത്തലമൊക്കെയുണ്ട്. അതിനിടയിൽ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനം അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഒപ്പം തന്നെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും ചില അസ്ഥിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്നു. അതിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? വിപിൻ സി വിജയൻ. റീജിത്ത് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സന്ദർശനമാണ് ഇപ്പോൾ ഈ കേന്ദ്ര സംഘത്തിൻ്റെത് പറയുന്നത്. കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംഘമാണ് വയനാട്ടിലേക്ക് എത്തുന്നത്. ഈ ദുരന്ത അനന്തര പുനർനിർമ്മാണത്തിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കുകയാണ്. അതിൽ 17 വ്യത്യസ്ത വകുപ്പുകളുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. അന്തിമ റിപ്പോർട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും. 31-ാം തീയതി വരെ വിവിധ മേഖലകൾ സന്ദർശിച്ച് അതിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ആരോഗ്യമുണ്ട്, വൈദ്യുതി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പുനരധിവാസത്തിന്റെ സാധ്യതകൾ, ഇങ്ങനെ 17 വകുപ്പുകളുടെ പ്രതികളാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ തിരച്ചിലിന്റെ കാര്യത്തിൽ ഇന്നത്തെ തിരച്ചിലിൽ ഇപ്പോൾ 6 അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. അത് സൂചിപ്പാറ മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും തിരച്ചിൽ നടത്തണമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഇവിടെയുള്ള മന്ത്രിസഭാ ഉപസമിതി ഒരു തീരുമാനം എടുക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വിദഗ്ധ സംഘമാണ് ഇപ്പോൾ ഇന്ന് അവിടെ തിരച്ചിൽ നടത്തിയത്. അതുപോലെ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിലും നടത്താൻ സാധ്യത. ശരി, വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്.